നമസ്കാരം, എല്ലാവർക്കും സ്കിൽ റൈനോ PSC സ്വാഗതം. ഇന്ന് നമ്മൾ CPO സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൽ തന്നെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു, അത് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നല്ല വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ക്ലാസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സിൻ്റെ ഉപേക്ഷാപരമായ ഡ്രൈവിങ്ങിനാൽ ഒയ് മരണപ്പെടുകയും സംഭവത്തെപ്പറ്റി ഉടനെ തന്നെ പോലീസ് ഓഫീസറെയോ മജിസ്ട്രേറ്റിനെയോ റിപ്പോർട്ട് ചെയ്യാതെ എക്സ് രക്ഷപ്പെട്ടാൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്തെന്നാണ്. ഇത് ഏത് സെക്ഷനാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏത് സെക്ഷനാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, കുറ്റകരമായ നരഹത്യ പഠിച്ചിട്ടുണ്ട്, കൊലപാതകം പഠിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരാൾ ഡ്രൈവിങ്ങിനാൽ ഉപേക്ഷാപരമായ ഡ്രൈവിംഗ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, കൊല്ലണമെന്ന് ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ അയാളുടെ സാഹസികവും ഉപേക്ഷാപരമായ ഡ്രൈവിങ്ങിനാലാണ് ഒരാളെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്നിട്ടും അയാളത് അറിയിക്കാതെ രക്ഷപ്പെടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ എന്ത് ശിക്ഷയെന്നാണ്. ഇത് 106ാമത്തെ വകുപ്പ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് BNSലെ 106ാമത്തെ വകുപ്പാണ്. മനസ്സിലാക്കണം, 106ാമത്തെ വകുപ്പ്. ഈ 106ലെ 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് 106ലെ 1 പറയുന്നത് ഒരാൾ ഈ ഉപേക്ഷാപൂർവമായ പ്രവൃത്തി കാരണം മറ്റൊരാൾ മരണപ്പെടുകയാണെങ്കിൽ അവിടെ 5 വർഷത്തെ തടവും പിഴയുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ 2 പറയുന്നത് ഏതെങ്കിലും വ്യക്തി ആക്സിഡൻ്റ് ഉണ്ടാക്കി, ഉപേക്ഷാപരമായി ആക്സിഡൻ്റ് ഉണ്ടാക്കിയിട്ട് നിർത്താതെ പോവുകയാണെങ്കിൽ ഉള്ള ശിക്ഷ, അല്ലെങ്കിൽ പറയാതെ പോവുകയാണെങ്കിൽ ഉള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടെ കിട്ടും. അപ്പോൾ ആൻസർ 3ാമത്തെ ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഈ പറയുന്ന സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പറയുന്ന സെക്ഷൻ ആ ബുക്കിൽ നിങ്ങൾ ഏതാണോ ബുക്ക് പഠിക്കുന്നത് ആ ബുക്ക് എന്ത് ചെയ്യുക? പോയി നോക്കുക. ആ ബുക്ക് നോക്കിയിട്ട് ഈ പറയുന്ന കണ്ടന്റ് ആണോ എന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും. നമുക്കിവിടെ ആ ടോപ്പിക്ക് മുഴുവൻ എടുക്കാൻ പറ്റില്ലല്ലോ, സമയം കുറവാണ്. കുറേ ക്വസ്റ്റ്യൻസ് നോക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബിയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കുന്നു, ആയതിനാൽ എക്ക് കിട്ടുന്ന ശിക്ഷ എന്നാണ്. അത് 7 വർഷമാണോ, 5 ആണോ, 10 വർഷമാണോ, കൊഗ്നൈസബിൾ ആണോ, ബെയിലബിൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബെയിലബിൾ ആണോ? അവിടെ നിങ്ങൾ നോക്കാം. ബിയുടെ കണ്ണിൻ്റെ കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അറിയുക അതൊരു കഠിന ദേഹോപദ്രവമാണ്. BNSലെ ഏത് സെക്ഷനാണ്? BNSലെ സെക്ഷൻ 116 ആണ്. 116ന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ അറിയാം എന്താണ് കഠിന ദേഹോപദ്രവം. കണ്ണിൻ്റെ കാഴ്ചശക്തി നശിപ്പിക്കുക, ചെവിയുടെ കേൾവി ശക്തി നശിപ്പിക്കുക, എല്ലിൻ്റെയോ പല്ലിൻ്റെയോ സ്ഥാനമാറ്റം, പൊട്ടലുണ്ടാക്കുക തുടങ്ങിയവയൊക്കെയാണ് വരുന്നത്. അവിടെ ശിക്ഷ 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണെന്ന് അറിയുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാജു രവിയെ പെട്ടെന്നുണ്ടായ പ്രകോപനത്താൽ തലക്കടിച്ച് വീഴ്ത്തുന്നു, അങ്ങനെയാണെങ്കിൽ രാജു ചെയ്ത കുറ്റമെന്ത്? അപ്പോൾ ഇവിടെ കൊലപാതകവും കഠിനമായ ദേഹോദരവും കൊലപാതക ശ്രമം കുറ്റകരമായ നരഹത്യയൊക്കെ വരുന്നു. ഇവിടെ ശ്രദ്ധിക്കാം, നിങ്ങൾക്കിപ്പോൾ പല സംശയങ്ങളും വരും. പലരും ചിലപ്പോൾ കമൻറ്റ് ചെയ്യാം അത് കൊലപാതകമല്ലേ എന്നൊക്കെ ചോദിച്ചു. നമുക്ക് കൊലപാതകമാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്നത് തന്നെയാണ്. പക്ഷേ പെട്ടെന്നുണ്ടായ പ്രകോപനം, അതായത് നേരത്തെ മുൻവൈരാഗ്യമില്ലായിരുന്നു, പെട്ടെന്നുണ്ടായ പ്രകോപനത്താൽ ചെയ്താൽ അത് കൊലപാതകമല്ല, അത് കുറ്റകരമായ നരഹത്യയാണ്. പക്ഷെ എങ്ങനെയായിരിക്കണം സംഭവം? ഈ രാജു രവിക്കുമായിട്ട് നേരത്തെ ഒരു ശത്രുതയും ഉണ്ടാകരുത്, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പെട്ടെന്ന് ചെയ്തതാണ്, തമ്മിൽ അറിയുക പോലും ഇല്ലാത്ത വ്യക്തിയാകാം, അങ്ങനെയൊക്കെ ഉണ്ടായാലും നരഹത്യയായിട്ടെടുക്കും. കൊലപാതകം എന്ന് പറയാൻ പറ്റില്ല, കാരണം പ്ലാൻഡ് അല്ല, കൊല്ലണമെന്ന് ഉദ്ദേശമില്ലായിരുന്നു, പെട്ടെന്ന് ചെയ്തതാണ്. അതാണ് കുറ്റകരമായ നരഹത്യ. കൺഫ്യൂഷൻ വരരുത്. ചെറിയ സംഘടിത കുറ്റകൃത്യത്തിൽ പ്രതിപാദിക്കുന്നവ ഏവ എന്നാണ്. ചെറിയ സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നവ ഏവ എന്നാണ്. അവർ ചരക്ക് മോഷണമാണോ? 1 വർഷത്തിൽ കുറയാത്ത 5 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണോ? സൈബർ കുറ്റകൃത്യങ്ങളാണോ? 1 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണോ? ചെറിയ സംഘടിത കുറ്റകൃത്യം. അപ്പോൾ ഈ ചെറിയ സംഘടിത കുറ്റകൃത്യത്തിൻ്റെ ഏതൊക്കെ ശരി എന്നാണ്, അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത് ഏതൊക്കെയെന്നാണ്. അവിടെ ചെറിയ സംഘടിത കുറ്റത്തിൽ വരും ആണ് ചരക്ക് മോഷണം വരാം, പിന്നെ 1 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും തന്നെയാണ്. ഈ 2ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. സൈബർ കുറ്റകൃത്യങ്ങളും വരില്ല. അപ്പോൾ അവിടെ ഓർമ്മിക്കുക 1ഉം 4ഉമാണ് ശരി. ഇതിൽ ഓപ്ഷനിൽ ഇല്ല, എന്നാൽ നിങ്ങൾ ഏതൊക്കെ ശരി എന്ന് ഓർമ്മിച്ചോണേ. 1 ശരി, 4 ശരി. സൈബർ കുറ്റകൃത്യങ്ങൾ വലിയ സംഘടിത കുറ്റകൃത്യമാണ്. അതുപോലെ 1 വർഷത്തിൽ കുറയാത്തതൊന്നും വരില്ല. ഇത് 1 മുതൽ 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണെന്ന് അറിയാം. ഇതാണ് ചെറിയ സംഘടിത കുറ്റകൃത്യവുമായി ഉള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ: എന്ന കള്ളൻ ബി എന്നയാളുടെ വീട്ടിൽ മോഷണത്തിൽ നടത്തുന്നു, തടയുവാൻ ശ്രമിച്ച ബിയെ ആക്രമിക്കുന്നു, അപ്പോൾ സ്വയരക്ഷാർത്ഥം എയെ കത്തിയെടുത്ത് കുത്തുകയും മരണപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ബി ചെയ്തത് എന്തെന്നാണ്. അപ്പോൾ എന്ന കള്ളൻ ബി എന്നയാളുടെ വീട്ടിൽ മോഷണം നടത്തുന്നു, തടയുവാൻ ശ്രമിച്ച ബിയെ ആക്രമിക്കുന്നു, അപ്പോൾ സ്വയരക്ഷാർത്ഥം എയെ കത്തിയെടുത്ത് കുത്തുകയും മരണപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ബി ചെയ്തത് എന്തെന്നാണ്.
അപ്പോൾ ഒരു കള്ളൻ ബിയുടെ വീട്ടിൽ കയറിയത് കുറ്റമാണ് തന്നല്ലോ, ഓക്കെ, മോഷണമാണ്. പക്ഷെ ആക്രമിച്ചപ്പോൾ അവിടെ കവർച്ചയായി. ഇപ്പോൾ സ്വയരക്ഷാർത്ഥം എയെ കത്തിയെടുത്ത് കുത്തുകയും കള്ളൻ മരിക്കുകയും ചെയ്തു എങ്കിൽ ബി കുറ്റകൃത്യമാണോ അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ നോക്കുന്നു. അപ്പോൾ ബി ചെയ്തത് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് ബാധ്യസ്ഥനാണോ? അല്ല. കാരണം ബി സ്വയരക്ഷാർത്ഥമാണ് ചെയ്തത്. 3 വർഷത്തെ തടവ് കിട്ടുമോ? ഇല്ല. 5 വർഷത്തെ തടവ് കിട്ടുമോ? ഇല്ല. കുറ്റക്കാരനല്ല എന്നാണ്. അപ്പോൾ ശരി ഉത്തരം 4ാമത്തെ ഓപ്ഷനാണ്, കുറ്റക്കാരനല്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ അയാൾ തടയുവാൻ ശ്രമിച്ചു, സ്വയരക്ഷാർത്ഥമായതുകൊണ്ട് അത് കുറ്റക്കാരനല്ല എന്നറിയുക. അതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. BNSS വകുപ്പ് 66 ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? BNSS വകുപ്പ് 66 അത് സമൻസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ സമൻസ് കൈപ്പറ്റുന്ന വ്യക്തി സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകേണ്ടതാണ്. അത് സ്വീകരിക്കുന്നത് വീട്ടിലെ മുതിർന്ന വ്യക്തിയാണെങ്കിൽ. സമൻസ് നൽകേണ്ടയാൾ സ്ഥലത്തില്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന പുരുഷന് സമൻസ് നൽകണം. മുതിർന്ന വ്യക്തി എന്നതിൽ വീട്ടുജോലിക്കാരൻ ഉൾപ്പെടുന്നില്ല. സമൻസ് കൈപ്പറ്റുന്നയാളെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ചെയ്യുന്ന നടപടിക്രമമാണ് BNSS 66 പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിലേതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്നാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഓപ്ഷൻ തരാത്തത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട, ഏതൊക്കെ ശരി തെറ്റെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സമൻസ് കൈപ്പറ്റുന്ന വ്യക്തി സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകേണ്ടതാണ്. അത് സ്വീകരിക്കുന്നത് വീട്ടിലെ മുതിർന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകണം. ശരി ഉത്തരം. സമൻസ് നൽകേണ്ട ആൾ സ്ഥലത്തില്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന പുരുഷ അംഗമല്ല, വീട്ടിലെ മുതിർന്ന അംഗം. പുരുഷ അംഗം നേരത്തെ CRPCയിലായിരുന്നു, ഇപ്പോൾ അത് അംഗം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മുതിർന്ന അംഗം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഇതിലേക്ക് പോകുന്നു, അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ 1 ശരി 2 തെറ്റാണ് കേട്ടോ. ഇനി അടുത്തത്, മുതിർന്ന വ്യക്തി എന്നതിൽ ജോലിക്കാരൻ ഉൾപ്പെടുന്നില്ല. ശരി തന്നെയാണ്. മുതിർന്ന വ്യക്തി ജോലിക്കാരനാകരുത്, അടുത്ത ബന്ധുവായിരിക്കണം. സമൻസ് കൈപ്പറ്റുന്നയാളെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ചെയ്യുന്ന നടപടിക്രമമാണ് BNSS വകുപ്പ് 66. ശരി തന്നെയാണ്. സമൻസ് കൊടുത്ത ആളിനെ അല്ലെ, അയാൾ ഇല്ലാത്തപ്പോഴാണല്ലോ ഈ പ്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് 3 ശരി 4 ശരി 1 ശരി അല്ലേ. അപ്പോൾ നോക്കാം, 1ാമത്തെ ഓപ്ഷൻ ശരിയാണ്. 3 ശരി 4 ശരി, 2 മാത്രമാണ് തെറ്റ്. 1, 3, 4 ശരി എന്ന് പറയാമോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വ്യക്തമായിട്ട് കേട്ടിട്ടേ മറുപടി പറയാമോ? ഓക്കെ, വ്യക്തമായിട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കി പഠിച്ച് പതിയെ പോയാൽ മതി. ഓക്കെ, അടുത്തതിലേക്ക് വരുന്നു. എ എന്ന കുട്ടി അല്ലേ, കുട്ടി എ എന്നൊരു ഓപ്ഷനാണ്. 4 ഓപ്ഷനാണ് ഇതിൽ. എ കുട്ടി എന്നാൽ 10 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ആളെന്ന് അർത്ഥമാക്കുന്ന സെക്ഷൻ 2 ക്ലോസ് 3. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. എ എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എന്താണ്? എന്തുകൊണ്ട് തെറ്റാണ്? കുട്ടി എന്നാൽ ആരല്ല, 10 അല്ല, 18ആണ്. കുട്ടി എന്നാൽ 18ആണ്. 2 ക്ലോസ് 3 തന്നെയാണ് കുട്ടി, പക്ഷേ 10 അല്ല 18. ക്ഷതി എന്നാൽ ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ ഖ്യാതിക്കോ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന ഏതൊരു ഹാനിയും അർത്ഥമാക്കുന്ന സെക്ഷൻ 2 ക്ലോസ് H അല്ല. 2 ക്ലോസ് ഏതാണ്? ക്ഷതിയാണ്. ഓക്കെ, അത് ക്ഷതിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? 2 ക്ലോസ് 8 ആണോ 2 ക്ലോസ് 14 ആണോ എന്ന് ചോദിച്ചാൽ 2 ക്ലോസ് 14 ആണ്. അപ്പോൾ കറക്റ്റാണ് കേട്ടോ. 14 ആണ് ഓപ്ഷനിലുള്ളത്. ശരി തന്നെയാണ്. ഓപ്ഷൻ അത് 14 ആണ്. കിടക്കുക 14 എന്ന് ഓർത്താൽ കേട്ടോ. 2 ക്ലോസ് 14 ആണ്. ശരി തന്നെയാണ്. 2 ക്ലോസ് 14. അടുത്തത് ഏകാന്ത തടവിൽ പ്രതിപാദിക്കുന്ന സെക്ഷൻ 11 ആണ്. ശരി തന്നെയാണ്. ഏകാന്ത തടവ് 11ലാണ് സെക്ഷൻ. അറിയാം, നമുക്ക് ഏകാന്ത തടവ് ആർക്കാ കൊടുക്കുന്നത്? കഠിന തടവുള്ള വ്യക്തിക്ക് മാത്രമാണ് ഏകാന്ത തടവ് കൊടുക്കുന്നത്. കഠിന തടവ് നമുക്കറിയാമല്ലോ. തടവും കഠിന തടവും ഉണ്ട്. ശിക്ഷകൾ 4ലാണ് പറയുന്നത്. ശിക്ഷകൾ എത്ര വിധം? ശിക്ഷകൾ 6 വിധം എന്ന് പറഞ്ഞു. അതിനകത്ത് കഠിന തടവുണ്ട്, സാധാ തടവുണ്ട്. കഠിന തടവുള്ള വ്യക്തിക്കാണ് ഏകാന്ത തടവ്. ഏകാന്ത തടവിൻ്റെ പരമാവധി കാലാവധി എത്ര കാലാവധിയാണ്? 3 മാസമാണ്. ഇനി 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? 21 എന്നാണ് പറയുന്നത്. അല്ല, അത് 7 വയസ്സിൽ താഴെയുള്ളതാണെങ്കിൽ 20 ആണ്. അപ്പം ഡി തെറ്റാണ്. ക്ലിയർ ആണ്. സെക്ഷൻ 20ലാണ് 7 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ കാര്യം പറയുന്നത്. 21 ആകുമ്പോൾ 7നും 12നും ഇടയിൽ പ്രായമുള്ള കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഡി തെറ്റാണെന്ന് ഉറപ്പിക്കാമോ? ഡി തെറ്റാണ്. സി ശരിയാണ്. ബി ശരിയാണ്. അപ്പോൾ തെറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ശരി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരി ഏതൊക്കെയാണ്? ബിയും സിയും ശരി അല്ലേ. അപ്പം ബിയും സിയും ശരിയുള്ള ഓപ്ഷൻ ഉണ്ടോ? ദാടപ്പുണ്ട്. ഓപ്ഷൻ സി ആണ് അല്ലേ. ബിയും സിയും ശരിയാണെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ ആണ്, മനസ്സിലായി. ഞാൻ സ്ലോയിലാണ് പോകുന്നത്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, പൊതു അധികാര സ്ഥാനങ്ങളെ സംരക്ഷണത്തിന് സമീപിക്കുവാൻ സമയമുള്ള സംഗതികളിൽ സ്വയരക്ഷാവകാശം ഉണ്ടാക്കുന്നതാണ്.
നമുക്കറിയാം സ്വയരക്ഷാവകാശമില്ലാത്ത കണ്ടീഷനാണ് സെക്ഷൻ 37BNS. അതിൽ 3 കാര്യം പറയുന്നുണ്ട് സ്വയരക്ഷാവകാശമില്ലാത്തത്. ആദ്യം പറയുന്നത് എന്താണ്? സ്വയരക്ഷാവകാശമില്ലാത്തത് ഒന്നാമത്തെ കണ്ടീഷനിൽ എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? ഒരു വ്യക്തി മറ്റൊരാളെ കൊല്ലാൻ വന്നാൽ സ്വയരക്ഷാവകാശം ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ പബ്ലിക് സെർവൻറ്റ് അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് നിയമപരമായി ചെയ്താൽ അയാൾക്കെതിരെ സ്വയരക്ഷാവകാശം പ്രയോഗിക്കരുത്. ഇനി പബ്ലിക് സെർവൻറ്റിൻ്റെ നിർദ്ദേശത്തിന്മേൽ ഒരാൾ വന്നാലും അയാൾക്കെതിരെയും ചെയ്യരുത്. മൂന്നാമത്തെ കണ്ടീഷൻ ശ്രദ്ധിക്കുക. ഒരു പൊതു അധികാര സ്ഥാനം, ഉദാഹരണം പോലീസ്, കോടതിയോ സമീപിക്കുവാൻ സമയമുള്ള സമയത്ത് സ്വയരക്ഷാവകാശം പ്രയോഗിക്കരുത്. അവിടെ സ്വയരക്ഷാവകാശം ഇല്ല. ഇവിടെ അതുപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. പൊതു അധികാര സ്ഥാനങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി സമീപിക്കുവാൻ സമയമുള്ള സംഗതികൾ സ്വയരക്ഷാവകാശം ഉണ്ടാകുന്നതാണ്. സ്വരക്ഷാവകാശം എന്ന് പറയും കേട്ടോ. ഇല്ല, അപ്പോൾ ഇത് തെറ്റാണ്. ചിത്തഭ്രമമുള്ള എക്സ് ഒയ്യെ കൊല്ലാൻ ശ്രമിക്കുന്നു. എക്സ് യാതൊരു കുറ്റത്തിനും അപരാധിയല്ല. എന്നാൽ ഒയ്ക്ക് തൻ്റെ എക്സിൻ്റെ ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടായിരുന്നു എന്നെങ്കിൽ തനിക്കുണ്ടാകുമായ സ്വയരക്ഷാവകാശം തന്നെ ഉണ്ടായിരിക്കും. ശരിയാണ്. കാരണം ഇത് 36ാമത്തെ വകുപ്പാണ് പറയുന്നത്. ഞാൻ ഈ വകുപ്പ് കൂടെ പറഞ്ഞുതരാൻ കാണാതാണ്. ഈ 36ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചിത്തഭ്രമമുള്ള വ്യക്തി ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ക്ലിയർ? ആ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ചിത്തഭ്രമമുള്ള ആൾ നമ്മളെ കൊല്ലാൻ വരുന്നത്, നമുക്കതുപോലെ സ്വയരക്ഷാവകാശം പ്രയോഗിക്കാം. അല്ലാതെ അയാൾക്ക് സുഖമില്ലാത്ത ആളല്ലേ അതുകൊണ്ട് മിണ്ടാതിരുന്നാൽ നമ്മളെ കൊന്നിട്ട് പോയ ആൾ. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള വ്യക്തി നമുക്കെതിരെ എങ്ങനെ ആക്രമിക്കാൻ വരുമോ അതുപോലെ എന്ത് ചെയ്യുക? അയാളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നല്ല പറയുന്നത്, പ്രതിരോധിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണ്. ഇനി ചിത്തഭ്രമമുള്ളവൻ്റെയും മറ്റും കൃത്യത്തിനെതിരായി സ്വയരക്ഷാവകാശം പ്രതിപാദിക്കുന്നത് 33-ൽ എന്ന് ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞുള്ളൂ. ഏതിലാണ് പറയുന്നത്? 36-ലാണ്. അപ്പോൾ തന്നെ ക്ലിയർ ആണോ? ഈ സെക്ഷനുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. 33 33 സ്ലൈറ്റ് ഹാം എന്നൊരു സെക്ഷനാണ്. സ്ലൈറ്റ് ഹാം അല്ലെങ്കിൽ ചെറിയ പരിക്ക്, അതൊക്കെയാണ് പറയുന്നത്. അടുത്ത ഒരു ഓപ്ഷനിലേക്ക് പോകാൻ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ കൂടെ നോക്കാം. മനുഷ്യവാസസ്ഥലമായോ വസ്തു സൂക്ഷിപ്പ് സ്ഥലമായോ ഉപയോഗിക്കപ്പെടുന്ന ഏതെങ്കിലും കെട്ടിടത്തിലോ കൂടാരത്തിലോ ജലയാനത്തിലോ തീ, സ്ഫോടക വസ്തു തുടങ്ങിയവ ഉണ്ടാകുന്ന ദ്രോഹം വസ്തു സംബന്ധിച്ച സ്വയരക്ഷാവകാശം മരണം സംഭവിക്കുന്നതിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, മനുഷ്യയോഗ്യമായ സ്ഥലത്ത് താമസിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരാൾ നിങ്ങളെ തീ വെച്ച് നശിപ്പിക്കാൻ, നിങ്ങളെ വീടിന് മരണം സംഭവിക്കാൻ വരെ സാഹചര്യമുള്ള രീതിയിൽ അപകടമുണ്ടാക്കുന്നു. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? നിങ്ങൾക്ക് അവിടെ സ്വയരക്ഷാവകാശം ചെയ്യാം. വസ്തു സംബന്ധിച്ച സ്വയരക്ഷാവകാശം നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മരണം സംഭവിക്കില്ലെങ്കിൽ വെച്ചാൽ നിങ്ങളെ വീട് കത്തിക്കാമെന്ന് നിങ്ങൾക്ക് കൊല്ലുക വരെ വേണമെങ്കിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം 4ാമത്തെ ഓപ്ഷൻ ശരിയാണെന്നറിയുക. 4ാമത്തെ ഓപ്ഷൻ ശരി എന്നറിയുക. ക്ലിയർ ആണോ? അടുത്തത് ചിത്തഭ്രമമുള്ളവൻ്റെയും മറ്റും കൃത്യം, ഇത് തെറ്റാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതും ശരിയാണ്. അപ്പോൾ അല്ലേ, ഇത് ശരിയല്ലേ? ഒന്ന് ശരിയാണോ? പൊതു അധികാര സ്ഥാനം സമീപിക്കാൻ സമയമുള്ള സ്വയരക്ഷാവകാശം ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇല്ല, സ്വയരക്ഷാവകാശം ഇല്ല. അപ്പോൾ 1ാമത്തെ തെറ്റാണ്, 2 ശരിയാണ്, 3 തെറ്റാണ്, 4 ശരിയാണ്. അപ്പോൾ ഇത് ശരി ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് ശരി, 1ഉം 3ഉമാണ് തെറ്റ്. 2ഉം 4ഉം ശരി എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? 2ഉം 4ഉം ശരി, അല്ലെങ്കിൽ 1ഉം 3ഉം തെറ്റെന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതാണ് കറക്റ്റ്. ഒന്നുകിൽ ശരിയുള്ള ഓപ്ഷൻ വേണം, അല്ലെങ്കിൽ തെറ്റെന്നുള്ള ഓപ്ഷൻ വേണം. ഇവിടെ തെറ്റുണ്ട്. ഏതൊക്കെയാണ്? 1ഉം 3ഉം തെറ്റായ ഓപ്ഷനുണ്ട്. അപ്പോൾ അതാണ് ശരി ഉത്തരം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായി വരുന്നുണ്ടോ? ഞാൻ സ്ലോയിലാണ് പറയുന്നത്, കൺഫ്യൂഷൻ അടിക്കരുത്. ഈ സെക്ഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയിട്ടേ ക്ലിയർ ചെയ്യാവൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബലാത്സംഗത്തെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ബലാത്സംഗവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ സിമ്പിളായിട്ട് പറയാം, നമുക്ക് 63. ബലാത്സംഗം നമുക്കറിയാം, അതിൻ്റെ ശിക്ഷകളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബലാത്സംഗം അതിൻ്റെ ശിക്ഷകൾ, അതിൻ്റെ ജീവപര്യന്തം വരെയുള്ള ശിക്ഷകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. 63, 64, 65, 66 തുടങ്ങിയ എല്ലാം ബലാത്സംഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ 63 ഓർത്ത് വെച്ചുകൊള്ളുക. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, BNS സെക്ഷൻ 4-ൽ ഉൾപ്പെടാത്ത ശിക്ഷ ഏതാണ്? ഉൾപ്പെടാത്ത ശിക്ഷ എന്ന് പറഞ്ഞാൽ നോക്കാം. മരണശിക്ഷ ഉണ്ടോ? ഉണ്ട്. മരണശിക്ഷയുണ്ട്. ജീവപര്യന്തം ഉണ്ടോ? ഉണ്ട്. കമ്മ്യൂണിറ്റി സേവനമുണ്ടോ? സാമൂഹ്യ സേവനമുണ്ട്. അപ്പോൾ ആൻസർ ഇതൊന്നുമല്ല എന്നാണ് ആൻസർ, അല്ലേ? കാരണം എന്താണ്? ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ആൻസർ ഇതൊന്നുമല്ല. കാരണം എന്താണ്?
എല്ലാം ഉണ്ട് എന്നാണല്ലോ ആൻസർ. അപ്പോൾ ഇതാണ് ആൻസർ. ഇത് ഇല്ലാത്തതായിട്ടൊന്നും ഇവിടെ ഇല്ല, എല്ലാം ഇവിടെ ഉള്ളതാണ് അല്ലേ. നമുക്കറിയാം 4ാം സെക്ഷനിൽ നമുക്ക് ശിക്ഷകൾ വന്നിട്ട് മരണശിക്ഷ, ജീവപര്യന്തം, കമ്മ്യൂണിറ്റി സേവനം, പിഴ, അതുപോലെ തന്നെ എന്താണ് തടവ്. തന്നെ 2 തരമുണ്ട്. തടവ്, സാധാ തടവും പിന്നെന്താ കഠിന തടവുമുണ്ട്, കമ്മ്യൂണിറ്റി സേവനമുണ്ട്, പിഴയുണ്ട്, പിന്നെ വസ്തു കണ്ടുകെട്ടൽ. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട സെക്ഷനിൽ ശരിയും തെറ്റും കണ്ടെത്താം. ഫസ്റ്റ്, സ്ത്രീധന മരണത്തിന് കാരണമാകുന്ന ഏതൊരാളും ജീവപര്യന്തം വരെയുള്ള ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നു. ശരിയാണ്, അത് ശരിയാണ്. അപ്പോൾ ജീവപര്യന്തം നമുക്കറിയാം സെക്ഷൻ 80 അല്ലേ, അത് നമുക്കറിയാം. ശരിയാണ്. സ്ത്രീധന മരണം സെക്ഷൻ 80. സ്ത്രീധന മരണം നമുക്കറിയാം 7 മുതൽ ജീവപര്യന്തം വരെയുള്ള തടവും പിഴയുമാണ് അല്ലേ. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ സ്ത്രീ മരണപ്പെടുകയാണെങ്കിലാണ് എന്ത് കണക്കാക്കുന്നത്? സ്ത്രീധന മരണമായി കണക്കാക്കുന്നത്. അതിൽ വിവാഹത്തിന് മുമ്പല്ല, മരണത്തിന് മുമ്പ് സ്ത്രീ എന്ത് ചെയ്യുന്നു? പീഡനത്തിനിരയായി, അതായത് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനത്തിനിരയായി, മാനസികമോ ശാരീരികമായോ. ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് വീണ്ടും വിവാഹം കഴിക്കുന്ന സാഹചര്യം സെക്ഷൻ 80 അല്ല, അത് ബൈഗാമി എന്ന് പറയും. ബൈഗാമി, വീണ്ടും വിവാഹം കഴിച്ചാൽ സെക്ഷൻ 82. ഈ ഉത്തരം തെറ്റാണ്. ഒരു സ്ത്രീയുടെയും ഭർത്താവോ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 85 ശരിയാണ്. അപ്പോൾ 1, 3, 4 ശരി, അല്ല 1, 2, 4 ശരി. 3ാമത്തെ ഓപ്ഷൻ തെറ്റാണെന്നറിയുക. 3ാമത്തെ ഓപ്ഷൻ തെറ്റാണെന്നറിയുക. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പോൾ നമുക്കറിയാം 3ാമത്തെ ഓപ്ഷൻ തെറ്റ്, 1, 3, 4 ശരി. 2ാമത്തെ ഓപ്ഷൻ അല്ലേ, ഇത് നമ്മൾ നോക്കിയത് ഏതാണ്? ക്ലിയർ ആയിട്ട് നോക്കട്ടെ. 1 ശരി, 2 ശരി, 4 ശരി. അപ്പം 3 തെറ്റെന്ന്. 1, 2, 4 ശരിയുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. 1, 2, 4 ശരിയുള്ളത് ഇതാ കിടക്കുന്നു. ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. BNS സെക്ഷൻ 75 പ്രകാരം ലൈംഗിക അതിക്രമമാകുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഏതൊക്കെ? ലൈംഗിക അതിക്രമം, നമുക്കല്ലെങ്കിൽ ലൈംഗിക പീഡനം എന്നൊരു വാക്ക് കൂടിയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ലൈംഗിക ആനുകൂല്യങ്ങൾക്കായി ആവശ്യം അല്ലെങ്കിൽ അഭ്യർത്ഥന, ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായ അശ്ലീലം കാണിക്കൽ, അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് സ്ത്രീ കേൾക്കുന്ന മാനസിക ശാരീരിക ലൈംഗിക അതിക്രമങ്ങൾ. അപ്പോൾ ഇതിലേതൊക്കെയാണ് സ്ത്രീധന പീഡനത്തിൽ വരുന്നത്? നമുക്ക് പീഡനത്തിൽ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്പർശനം, അല്ലെങ്കിൽ ആവശ്യപ്പെടൽ, അല്ലെങ്കിൽ പരാമർശങ്ങൾ, ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ, പോർണോഗ്രഫി അല്ലെ, പൊതുസ്ഥലത്ത് ഏൽക്കുന്ന മാനസിക ശാരീരിക ലൈംഗിക അതിക്രമം. അപ്പോൾ ഇതെല്ലാം നമുക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ പീഡനത്തിൽ വരാം അല്ലെ. എല്ലാം ശരിയെന്നൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ഇടാം. കാരണം എന്താ? സ്പർശനം, ആവശ്യപ്പെടൽ, പോർണോഗ്രഫി, പിന്നെ അതുപോലെ തന്നെ എന്താണ് കമൻറ്റുകൾ. പക്ഷേ ഇവിടെ പോർണോഗ്രഫി എന്നൊരു കാര്യം അവിടെ വരുന്നില്ല. ലൈംഗിക അതിക്രമങ്ങൾ എന്ന് മാത്രമല്ല, പൊതുസ്ഥലത്ത് സ്ത്രീ കേൾക്കുന്ന മാനസിക ശാരീരിക ലൈംഗിക അതിക്രമങ്ങൾ എന്നേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പോർണോഗ്രഫി എന്നൊരു വാക്ക് വരുന്നില്ല. കണ്ടോ? അപ്പോൾ ഇതിൽ 1 ശരി, സമ്മതിച്ചു. ആവശ്യപ്പെടൽ, അശ്ലീലം കാണിക്കൽ, ഇഷ്ടത്തിന് വിരുദ്ധമായി അശ്ലീലം കാണിക്കൽ വരുന്നു, ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ വരുന്നു, പൊതുസ്ഥലത്തുള്ള സ്ത്രീകൾക്ക്, ഇതെല്ലാം കവർ ചെയ്തെടുക്കാം. നമുക്ക് കൺഫ്യൂഷനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ 2 ഓപ്ഷനും കൊടുക്കാം. പക്ഷേ എല്ലാം ശരിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാം ശരിക്കാണ്. കാരണം ഇത് പൊതുസ്ഥലത്ത് സ്ത്രീ കേൾക്കുന്ന മാനസിക ശാരീരിക ലൈംഗിക പീഡനം തന്നെയാണ്. ഇത് മൊത്തത്തിൽ പറയുമ്പോൾ അങ്ങനെ പറയാം. ഓക്കെ, അല്ലാതെ 1, 2, 3 നിങ്ങൾ പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കവർ ചെയ്ത് വരുന്നൊരു കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കുക. കൺഫ്യൂഷൻ വരല്ലേ? കാരണം അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ആ ഒരു സെക്ഷൻ വായിച്ചിട്ടൊന്ന് ചിന്തിച്ചു. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചോളേ. പിന്നെ നമ്മളെ ഭാഗ്യം കൂടെ വേണം. കാരണം എന്താണ് PSC ഉദ്ദേശിക്കുന്നത് കൂടെ നമ്മൾ അറിയേണ്ടി വരും. ഇനി എക്സ് വൈരക്കല്ലുകൾ അല്ലെന്ന് തനിക്കറിയാവുന്ന സാധനങ്ങൾ വൈരക്കല്ലുകളാണെന്ന നിലയിൽ പണയം വെക്കുന്നത് വഴി CA ഉദ്ദേശപൂർവ്വം കബളിപ്പിക്കുക. ഇത് കേട്ടാൽ തന്നെ നമുക്കറിയാം. ഒരു അതുവഴി പണം കടം കൊടുക്കുവാൻ CA നേരിടും. അപ്പോൾ നമ്മൾ വൈരക്കല്ലുകളാണെന്ന് പറഞ്ഞ് പണയം വെച്ചു. നമുക്കറിയാം അത് വൈരക്കല്ലുകളല്ല എന്ന്. എന്നിട്ടത് ചെയ്തു കഴിഞ്ഞാൽ എന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ദ്രോഹമാണോ, വിശ്വാസലംഘനമാണോ, ചതിയാണോ, ദുർവിനിയോഗമാണോ? ചതി. സിമ്പിളായിട്ട് നമുക്കറിയാം. 1 കാണിച്ച് മറ്റൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചതിയാണ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയറാണ്. അടുത്ത, എയുടെ പക്കൽ നിന്ന് സിക്ക് കിട്ടേണ്ട ഒരു കടം തീർക്കുന്നതിന് വേണ്ടി എയുടെ സ്വത്തുക്കൾ വിധി നടത്തിയെടുക്കുവാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് സിക്ക് കടം തീർന്ന് കിട്ടുന്നത് തടയുകയും അങ്ങനെ സിക്ക് നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് സ്വത്തുക്കൾ നശിപ്പിക്കുന്നു. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അതായത് സ്വത്തുക്കൾ നശിപ്പിക്കുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ BNSലെ 324 എന്ന് വായിച്ചു നോക്കുക. 324 ദ്രോഹം എന്നാണ്. എന്താണ് ദ്രോഹം? ദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ വസ്തുക്കൾ മനഃപൂർവ്വം നശിപ്പിച്ച് അയാൾക്ക് നാശം ഉണ്ടാക്കുന്നതാണ് ദ്രോഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ദ്രോഹം എന്നറിയുക. മനഃപൂർവ്വം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ വസ്തുക്കൾ നശിപ്പിച്ച് അയാൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നതാണ് ദ്രോഹം എന്ന് നിങ്ങൾ അറിയുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ,
അടുത്ത ക്വസ്റ്റ്യനാണ് ഇത്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയും തെറ്റുമൊക്കെ ഉണ്ടാവും. ഓക്കെ, മുകളിൽ പറഞ്ഞവയിൽ പ്രസ്താവനകൾ പരിശോധിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. 2 പേജിലായിട്ട് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ പറഞ്ഞു കേട്ടോ. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ പരിശോധിക്കുക. അന്യായമായ തടഞ്ഞു വെക്കൽ സെക്ഷൻ 126 പ്രതിപാദിക്കുന്നു. അത് തെറ്റാണ്. കാരണം 126, 127 നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. 126 എന്ന് പറഞ്ഞാൽ അന്യായമായി തടസ്സപ്പെടുത്തലാണ്. തടഞ്ഞു വെക്കുക 127ആണ്. അപ്പോൾ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി മാറി? തെറ്റായി മാറി നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? തെറ്റ് കൊടുക്കാം. ഓക്കെ, തെറ്റിട്ടങ്ങ് വയ്ക്കാം. ഫസ്റ്റ് ഇത് തെറ്റ്. അന്യായമായ തടസ്സപ്പെടുത്തൽ സെക്ഷൻ 121 പ്രതിപാദിക്കുന്നു. അതും തെറ്റാണ്. വേറെ നോക്കേണ്ട കളി അത് 127 പറയുന്നത്. സെക്ഷൻ 143 ആൾ മോഷണത്തെ പറ്റി പറയുന്നു. അതും തെറ്റാണ്. കാരണം ആൾ മോഷണം എന്ന് പറഞ്ഞാൽ 137. സെക്ഷൻ 138 ആൾ അപഹരണത്തെ പറ്റി പറയുന്നു. അപ്പോൾ ഇതിൽ 4 മാത്രമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. 4 മാത്രമാണ് ശരിയായിട്ടുള്ളൊരു ഓപ്ഷൻ എന്നുള്ളത്. നമുക്ക് 4 മാത്രം ശരിയെന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് എല്ലാം ശരിയെന്നും എല്ലാം തെറ്റെന്നുമുണ്ട്. 1ഉം 2ഉം ശരി, 3ഉം 4ഉം ശരി എന്നൊക്കെ ഒരു ഓപ്ഷനുണ്ട്. നമുക്ക് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം, അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. അപ്പോൾ അന്യായമായ തടസ്സപ്പെടുത്തൽ 126 തടസ്സപ്പെടുത്തൽ സെക്ഷൻ 100 അല്ലേ? തടസ്സപ്പെടുത്തൽ തടഞ്ഞു വെക്കൽ 126. അപ്പോൾ തടഞ്ഞു വെക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തടഞ്ഞു വെക്കൽ 127. തടസ്സപ്പെടുത്തൽ 126 വരുന്നത്. അതും തെറ്റാണ്. 143 ആൾ മോഷണമല്ല, ആൾ വാണിഭമാണ്. 4 മാത്രമാണ് ശരി. അവിടെ ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. 1ഉം 3ഉം അല്ലെ, 1ഉം 2ഉം 3ഉം തെറ്റും, 4 ശരി എന്നാണ്. ആൾ അപഹരണം എന്നാണ്, അല്ലെ? ആൾ അപഹരണം ശരി തന്നെയാണ്. അബ്ഡക്ഷൻ 138 തന്നെയാണ്. 4 മാത്രമേ അവിടെ ശരിയുള്ളൂ. നമുക്ക് ഓപ്ഷൻ വേണമെന്നില്ല. നമുക്ക് 4 മാത്രം ശരി എന്നുള്ളൊരു ഇത് കൊടുക്കാം. ഓക്കെ, അവിടെ ഓപ്ഷനിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ആകരുത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. അവിടെ 4 മാത്രം ശരി എന്നൊരു ഓപ്ഷൻ ഇല്ല. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിൽ ഇങ്ങനെ കൊടുക്കാം, 4 മാത്രം ശരി എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. ക്ലിയർ ആണോ? 4 മാത്രം ശരി. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. 1960 ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ്? അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഏതാണ്? 7 മുതൽ 12 വയസ്സ്. അതിപ്പോൾ എത്രയിലാണ്? ഇപ്പം BNSS ഏതിൽ വരുന്നു? BNSS വരുമ്പോൾ സെക്ഷൻ ഏതാണ്? 21 ആണ്. 21. നമുക്കറിയാം 7നും 12നും ഇടയിൽ പ്രായമുള്ള അപക്വമായ ധാരണാശേഷിയുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല എന്ന് പറഞ്ഞ സെക്ഷൻ 21 ആണെന്നറിയുക. 21. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്വയരക്ഷാവകാശത്തെക്കുറിച്ച് ശരിയായ വസ്തുത പറയുക. എപ്പോഴാണ് ഈ സ്വയരക്ഷാവകാശം എന്ന് പറയുന്നത്? നമുക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം നോക്കേണ്ട കാര്യം അവിടെ വരുന്നത്. നമുക്ക് BNSS ആണ് വരുന്നത്. എന്നാലും ആ ക്വസ്റ്റ്യൻ എടുത്തു എന്നേ ഉള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യനാണ് അവനെടുത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം എപ്പോഴൊക്കെ ആയിരിക്കും ഈ BNSS. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാം. എന്താണ്? BNSS ആക്കാം. BNSSൽ സ്വയരക്ഷാവകാശം നമുക്ക് എപ്പോഴൊക്കെ ചെയ്യാം? ഇത് 37 ആക്കാം ഞാൻ. ഓക്കെ, ഈ സെക്ഷൻ ഈ ക്വസ്റ്റ്യനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് ചെറുതായിട്ട് തിരുത്തി 37 ആക്കി. ഇതിന് പകരം ഞാൻ എന്താക്കി? ഇവിടെ BNSS ആക്കി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആവും. കണ്ടോ? BNSS കറക്റ്റായി. കണ്ടോ? അപ്പോൾ മരണഭീതിയുള്ളപ്പോൾ മാത്രം ലഭ്യമാണ് എന്ന്, മരണഭീഷണിയുള്ളപ്പോൾ മാത്രം ലഭ്യമാണെന്നുള്ളത് തെറ്റാണ്. നമുക്കല്ലാതെ നമ്മളെ മോഷണം നമ്മൾ ചെയ്യാമെന്നാൽ ചെയ്യാം. ബലാത്സംഗ ഭീഷണി ഉള്ളപ്പോൾ മാത്രം ലഭ്യമാണ്, അതും തെറ്റാണ്. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ലഭ്യമാണ്, അതും തെറ്റാണ്. ആൻസർ ഇത് മാത്രമാണ് ശരി. BNSSലെ 37 നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കുന്നത്. ശരിയല്ലേ? അപ്പം നമുക്കറിയാം 34 മുതൽ നമുക്കറിയാം സ്വയരക്ഷാവകാശം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ BNSSലെ 34ാമത്തെ വകുപ്പ് മുതൽ 44 വരെയുണ്ട്. അതിനകത്ത് 34 പറയുന്നു സ്വയരക്ഷാവകാശത്തിൻ്റെ പ്രയോഗത്തിൽ വരുന്ന യാതൊന്നും കുറ്റമല്ല. ആ ശരീരത്തിനെതിരെയോ വസ്തുക്കൾക്കെതിരെയോ എന്നാണ് സ്വയരക്ഷാവകാശം പ്രയോഗിക്കാം. ഇനി എപ്പോഴും സ്വയരക്ഷാവകാശം ഒന്നും പ്രയോഗിക്കാൻ പറ്റില്ല. അതിനുള്ള കണ്ടീഷനാണ് 37 വരുന്നു. 3 കണ്ടീഷൻ പഠിച്ചതാണ് ഇന്ന്. അതുപോലെ മരണ ഭീഷണിയുള്ളപ്പോഴോ ബലാത്സംഗം ഉള്ളപ്പോഴോ മാത്രമൊന്നുമല്ല, മൊത്തത്തിൽ ചെയ്യാം. ഓക്കെ അല്ലേ? ഇതാണ് മനസ്സിലാക്കുക. ഇത് BNSS ആക്കി മാറ്റിയാൽ മതി ഈ ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അന്ന് സിലബസിൽ ഇല്ലായിരുന്നിട്ട് പോലും ചോദിച്ച ക്വസ്റ്റ്യനാണ്. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറണ്ടില്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി. നമുക്കറിയാം ക്രിമിനൽ നടപടി ചട്ടം എന്ന് വെച്ചാൽ എന്താണ്? BNSS പ്രകാരം ഒരാളെ വാറണ്ടില്ലാതെ കസ്റ്റഡിയിൽ വയ്ക്കാവുന്ന സമയം എത്ര മണിക്കൂറാണ്? 24 hours മാത്രം. അത് പോലീസിനാണ്, മറ്റൊരു വ്യക്തിക്കല്ല, പോലീസിനാണെന്ന് അറിയുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മരണമൊഴി തെളിവായി സ്വീകാര്യമാകുന്ന ആരുടെ മുന്നിലാണ്?
ഓക്കെ, ആരുടെ മുന്നിൽ? പോലീസ്, മജിസ്ട്രേറ്റ്, ഡോക്ടർ, ഓൾ ദി എബോ. ശരിയല്ലേ? മരണമൊഴി നമുക്കറിയാമല്ലോ. മരണമൊഴി നമ്മൾ BNSSലൊക്കെ പഠിച്ചിട്ടുണ്ട്. മരണമൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 26ലാണ്. BNSSലല്ല, BSA. ഓൾ ദി എബോ. BSA ഭാരതീയ സാക്ഷ്യ അധീനിയം. ഭാരതീയ സാക്ഷ്യ അധീനിയത്തിൽ എത്രാമത്തെ സെക്ഷനാണ്? 26ാമത്തെ സെക്ഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മരണമൊഴിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി മരിച്ചതിന് ശേഷം ആ മരണമൊഴി സ്വീകാര്യമായി എടുക്കുന്നത് എല്ലാവർക്കും, പോലീസ്, മജിസ്ട്രേറ്റ്, ഡോക്ടർ എല്ലാവർക്കും എടുക്കാമെന്നാണ് സെക്ഷൻ BSA 26 ആണെന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓരോ പൗരനും കാര്യക്ഷമമായി, അതിൽ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പഴയ ക്വസ്റ്റ്യനാണ്, കാരണം അത് നമ്മളിപ്പം മാറിയിട്ടില്ലല്ലോ, അത് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ അതുകൂടെ വന്നതേ ഉള്ളൂ കേട്ടോ. ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിലുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് ഏതാണ്? അപ്പോൾ കാര്യക്ഷമമായ പോലീസ് സേവനത്തിലുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ 5ആണോ 6ആണോ 7ആണോ 8ആണോ എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? കാര്യക്ഷമമായ പോലീസ് സേവനം ഉറപ്പാക്കുന്ന കേരള പോലീസ് ആക്ട് വകുപ്പാണ് 7ാമത്തെ വകുപ്പ് എന്നറിയാം. 7ാമത്തെ വകുപ്പ് കാര്യക്ഷമമായ പോലീസ് സേവനത്തിലുള്ള അവകാശം 7 നമുക്കെല്ലാവർക്കും അറിയാം. കേരള പോലീസ് ആക്ടിൽ നമുക്ക് 131 വകുപ്പുകളുണ്ട്. അതുപോലെ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് വെച്ചാൽ എത്ര ചാപ്റ്ററാണ്? 8 ചാപ്റ്ററാണ്. നമുക്ക് 2011 KP ആക്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2011 ഇത് മനസ്സിലായല്ലോ, വളരെ എളുപ്പമുള്ളൊരു മോഡ്യൂളാണ്. KP ആക്ട് 3 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള പോലീസ് നിയമം 8 പ്രകാരം പൊതുജനങ്ങൾക്ക് പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കാവുന്ന സമയം. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പോലീസിൻ്റെ അവകാശമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. 8ാമത്തെ സെക്ഷനിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം ജനങ്ങൾക്ക് കിട്ടണമെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഏത് സമയത്തും സമാധാനപൂർവ്വം കയറാനുള്ള അവകാശം. അപ്പോൾ ഓപ്ഷൻ D ആണ് ആൻസർ. എന്താണ്? ഏത് സമയത്തും എന്നാണ് ആൻസർ. ഏത് സമയത്തും കയറി ചെല്ലാം. പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് സമയപരിധി ആവശ്യമില്ല എന്ന് നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് നിയമപ്രകാരം ഏതാണ്? അപ്പോൾ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങളിൽ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം വേണ്ടി വരും. കാരണം എന്താ? മര്യാദയും ഔചിത്യവും വേണം. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അവസരോചിതമായ സഹാനുഭൂതി കാണിക്കണം, സഭ്യവും മാന്യവുമായ ഭാഷ ഉപയോഗിക്കണം. ഇവയെല്ലാം എന്നാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഓർമ്മിക്കുക. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 29. സെക്ഷൻ 29 നിങ്ങൾ മറക്കരുത്. ഈ പറയുന്നതെല്ലാം പരീക്ഷകൾക്ക് ഒരുപാട് വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർമ്മിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേന്ദ്ര ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശമുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ. അപ്പോൾ നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ അല്ലെ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ സെക്ഷൻ 27 ആണ്. സെക്ഷൻ 27ലെ ശിക്ഷയാണ് ചോദിച്ചത്. ഒരാൾ ഉപയോഗിച്ചാൽ എത്ര വർഷം കിട്ടുമെന്ന്. ഉപയോഗിച്ചാൽ 1 വർഷത്തെ അല്ലേ കഠിന തടവും 20,000 രൂപ വരെ പിഴയുമാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മുടെ എന്താണ് കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചാൽ 1 വർഷത്തെ കഠിന തടവും പിഴയെന്ന് പറഞ്ഞാൽ 20,000 രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യുവാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത്? സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് ശിക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറ്റകൃത്യം ചെയ്യാൻ പരിസരമോ മറ്റോ അനുവദിച്ചാൽ സെക്ഷൻ 25 ആണ്. സെക്ഷൻ 25 ആണ്. ആ കുറ്റത്തിനുള്ള ശിക്ഷ ലഭിക്കും. എന്തിനാണോ അനുവദിക്കുന്നത് അതിനുള്ള ശിക്ഷ ലഭിക്കും. ഓപ്ഷൻ C ആണ് കിട്ടുന്നത്. ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. ആ കുറ്റത്തിനുള്ള ശിക്ഷ ലഭിക്കുമെന്നറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ശിക്ഷ. ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചാൽ അത് ലൈംഗിക അതിക്രമമായി കണക്കാക്കും. സെക്ഷൻ 7 ആണ് പോക്സോയിലെ സെക്ഷൻ 7. പോക്സോ നമുക്കറിയാം, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 സെക്ഷൻ 7 ശിക്ഷ പറയുന്നത്. ശിക്ഷ 8 പറയുന്നത് 3 മുതൽ 5 വർഷം വരെ ഉള്ള തടവും പിഴയുമാണ്. അപ്പോൾ ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ ചോദിച്ചാൽ 3 വർഷം, കൂടിയ ശിക്ഷ ചോദിച്ചാൽ 5 വർഷം. 3 മുതൽ 5 ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ ശിക്ഷ 3 വർഷത്തെ തടവെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനസ്സിലാവുന്നത് വളരെ എളുപ്പമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകുന്നത്, കൺഫ്യൂഷൻ ആകരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗികാതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്ന ആൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. അയാൾ ഏതെങ്കിലും വ്യക്തിയോട് ലൈംഗികാതിക്രമം ചെയ്തു എന്ന കള്ളപ്പരാതി കിട്ടിയാൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗികാതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്ന ആൾക്ക്, അതായത് നമുക്കറിയാം സെക്ഷൻ 22 ആണ്. പോക്സോയിലെ സെക്ഷൻ 22 എന്താണ് പറയുന്നത്? വ്യാജ പരാതി. അവിടെ 3 കണ്ടീഷനുണ്ട്. ഒരു മുതിർന്ന വ്യക്തിയോട് വ്യാജ പരാതി ചെയ്താൽ അവിടെ 6 മാസത്തെ തടവും പിഴയും. എന്നാൽ ഒരു മുതിർന്ന വ്യക്തി കുട്ടിയോട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ എത്ര കിട്ടും?
1 വർഷത്തെ തടവും പിഴയും. കുട്ടി വേറൊരാൾക്കെതിരെ കൊടുത്താൽ കുട്ടിക്ക് ശിക്ഷയില്ല. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തു എന്ന് കള്ളപ്പരാതി നൽകിയ. അപ്പം മുതിർന്ന വ്യക്തിക്കെതിരെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, കള്ളപ്പരാതി കൊടുത്താൽ ശിക്ഷ എന്താണ്, 6 മാസത്തെ തടവാണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇനി IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. യൂസർ നെയിമും പാസ്വേഡും, ഈ യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്താലുള്ള പരമാവധി ശിക്ഷ ചോദിച്ചാൽ നമുക്കറിയാം ഇത് 66C ആണ്. IT ആക്ടിലെ 66C ആണ്. 66C പ്രകാരം പരമാവധി ശിക്ഷ 3 വർഷവും 1 ലക്ഷം രൂപയുമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി 3 വർഷത്തെ തടവ്. ഇനി ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ. തുടർച്ചയായി എന്ന് പറഞ്ഞാൽ തുടർച്ചയായി, അതായത് ആദ്യം നമുക്കറിയാമല്ലോ ഇത് 67B ആണ്, ചൈൽഡ് പോണോഗ്രഫി. ഇത് ആവർത്തിച്ചാലുള്ള ശിക്ഷയാണ് ചോദിച്ചത്. ആവർത്തിച്ചാൽ 7 വർഷവും 10 ലക്ഷം രൂപയാണ്. ആൻസർ ആവർത്തിച്ചാൽ 7 വർഷവും 10 ലക്ഷം രൂപയാണ്. ഓക്കെ ആണോ? 7 വർഷവും 10 ലക്ഷം രൂപയുമാണ് തടവും പിഴയും എന്ന് ഓർമ്മിക്കാൻ മറക്കരുത്. ഇത് കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷയല്ല, ആവർത്തിച്ചാലുള്ള ശിക്ഷയാണ് ചോദിച്ചാൽ 67Bയുടെ ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് ഏത്? നിരസിക്കാനുള്ളത് നമുക്കറിയാം 9ാമത്തെ സെക്ഷൻ അല്ലേ. എന്തുകൊണ്ട് നിരസിച്ചു, ഏതൊക്കെ നിരസിച്ചു എന്നൊക്കെ പറയുന്നത് 8, 9 ഉണ്ട്. ശ്രദ്ധിച്ചറിയാമല്ലോ. അപ്പോൾ അത് ഓർമ്മിച്ചോണേ. 8, 9 നല്ലവണ്ണം പഠിച്ചിട്ട് പോവുക. കാരണം നമുക്ക് RT ആക്ടിൽ ആകെ 4 സെക്ഷനേ പഠിക്കാനുള്ളൂ. 2 Clause Fഉം 11ഉം 8, 9 മാത്രം. അപ്പോൾ അതിനകത്തുനിന്നേ ചോദിക്കുള്ളൂ. 8, 9 നന്നായിട്ട് പഠിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്ത ആളെ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ തടങ്കലിൽ വയ്ക്കാവുന്ന ഉയർന്ന സമയപരിധി എന്ന് വെച്ചാൽ എന്താണ്? 24 മണിക്കൂറാണോ, 15 ദിവസമാണോ, 10 വർഷമോ അതിൽ കൂടുതൽ തടവിൽ ലഭിക്കാൻ ശിക്ഷ സാധ്യതയുള്ള കുറ്റം ചെയ്ത ആളെ 90 ദിവസം, 10 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന സാധ്യതയുള്ള ആളെ 60 ദിവസം. ഇതൊക്കെ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. ആൻസർ എത്രയാണ്? സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇതൊക്കെ കണ്ട് പേടിക്കരുത്. ആൻസർ 24 മണിക്കൂറെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ നോക്കുകയേ ചെയ്യരുത്. കാരണം എന്താണ്, ഇതൊക്കെ അതിൻ്റെ അടുത്ത കണ്ടീഷനാണ്. 24 മണിക്കൂറിനകം തീർത്തില്ല എങ്കിലുള്ള കണ്ടീഷൻസ്. അപ്പോൾ ആൻസർ 24. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സാക്ഷികളായി കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കോടതി കണക്കാക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളാണ്? സാക്ഷികളായി കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കോടതി കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 26ാമത്തെ ഭാരതീയ സാക്ഷി അധീനത്തിലെ 26ാമത്തെ സെക്ഷനാണ്. പ്രസ്താവന അത് ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമ എന്ന നിലയിലുള്ള താല്പര്യത്തിന് എതിരാകുമ്പോൾ അത് ശരിയാണ്. കാരണം നിങ്ങൾ 26ാമത്തെ സെക്ഷൻ വായിച്ചാൽ മതി. ഞാൻ ഈ പറയുന്നത് നോക്കണ്ട. ഞാൻ ഈ പറയുന്ന സെക്ഷനെല്ലാം ഇവിടെ നിന്ന് കിട്ടുമെന്നല്ല, ഇതൊരു ക്വസ്റ്റ്യനാണ്. അത് ആദ്യം നിങ്ങൾ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ അവിടെ പോകണം. പോലീസ് തലങ്ങളിൽ വെച്ച് നടത്തുന്ന കുറ്റസമ്മതം തെറ്റാണ്. പ്രസ്താവന ബന്ധുത്വത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് ശരിയാണ്. അടുത്തത്, എല്ലാ പ്രസ്താവനകളും വാദ തടസ്സമാകുമ്പോൾ എന്നൊരു കാര്യം വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. 4 പ്രസ്താവനകൾ വാദ തടസ്സമാകുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ 2ാമത്തെ തെറ്റെന്നാണ്. 2ാമത്തെ തെറ്റ്. ബാക്കി എല്ലാ പ്രസ്താവന അല്ലേ 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 1, 3, 4 ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ് പഠിച്ചിട്ടുണ്ട്, മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ് പഠിച്ചിട്ടുണ്ട്, പോലീസിനാലുള്ള അറസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇനി സ്വകാര്യ വ്യക്തിക്ക് മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും വാറണ്ട് കൂടാതെ പോലീസിന് നേരിട്ടെടുക്കാവുന്നതുമായ ഒരു കുറ്റം സാന്നിധ്യത്തിൽ നടന്നാൽ. അപ്പം ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും വാറണ്ട് കൂടാതെ പോലീസിന് നേരിട്ടെടുക്കാവുന്നതുമായ ഒരു കുറ്റം സാന്നിധ്യത്തിൽ നടന്നാൽ ചെയ്യാം. മനസ്സിലായോ? വലിയ കുറ്റം തൻ്റെ സാന്നിധ്യത്തിൽ ചേർന്നാൽ ഒരാളെ അറസ്റ്റ് ചെയ്യാം. ജാമ്യത്തിന് അർഹതയുള്ളതും പോലീസിന് വാറണ്ട് കൂടി മാത്രമേ അറസ്റ്റ് കുറ്റത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ചെറിയ കുറ്റങ്ങൾ, നോൺ കോഗ്നൈസബിൾ കുറ്റത്തിനൊന്നും ഒരാൾക്ക് പിടിക്കാൻ പറ്റില്ല മറ്റൊരാളെ. അടുത്തത്, ഗുരുതരമായ ഏത് കുറ്റവും ബലപ്രയോഗം കൂടാതെ നടന്നാലും ബലപ്രയോഗം കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ശരിയാണ്. ജാമ്യം ലഭിക്കാവുന്നതും പോലീസിന് നേരിട്ടെടുക്കാവുന്നതുമായ കുറ്റം ഇതും തെറ്റാണ്. അപ്പോൾ അവിടുത്തെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സി ശരിയാണ്. എ ശരിയാണ്. എയും സിയും ശരി, ബിയും ഡിയും തെറ്റാണ്. എയും സിയും ശരി. ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം, ഇന്ത്യൻ തെളിവ് നിയമം എന്ന് വെച്ചാൽ BSA ഭാരതീയ സാക്ഷി അധീനിയ പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് കുറ്റമാണ് സ്വീകാര്യമായത്?
അത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തടങ്കലിൽ വെച്ച് ചെയ്താൽ അത് എന്താണ്, ശരിയോ തെറ്റോ? അത് തെറ്റാണ്, പോലീസോട് പറയാൻ പറ്റില്ല. മാപ്പ് സാക്ഷിയാക്കാമെന്ന വ്യവസ്ഥയിൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നടത്തുന്നത് തെറ്റാണ്. മജിസ്ട്രേറ്റിന് മുമ്പിൽ നടത്തുന്നത് ശരിയാണ്. പോലീസ് ചടങ്ങിൽ വെച്ച് നടത്തിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വസ്തുത കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലീസിന് കസ്റ്റഡി എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എടുക്കാൻ പറ്റും, പക്ഷേ കുറ്റസമ്മതം വാങ്ങാൻ പറ്റില്ല. പക്ഷേ ആ പറഞ്ഞ വസ്തുതയിൽ ഏതെങ്കിലും തെളിവ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. ഉദാഹരണം, ഒരാൾ കൊന്നു എന്ന് പറഞ്ഞാൽ കൊന്നത് എങ്ങനെയെന്ന് ആയുധം കൂടെ കൊണ്ടുവന്ന് അയാൾ കാണിച്ച് CCTV ഉൾപ്പെടെ കാണിച്ചാൽ പോലീസിന് അത് എടുക്കാം, സ്വീകാര്യമാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തത് 1ഉം 2ഉം തെറ്റാണ്. കണ്ടോ, 1ഉം 2ഉം തെറ്റാണ്. ഉയർന്ന പോലീസ് തെറ്റാണ്. മാപ്പ് സാക്ഷിയാക്കാൻ 3 ശരിയാണ്, 4 ശരിയാണ്. അപ്പം 3ഉം 4ഉം ശരിയാണെന്ന ഓപ്ഷൻ നോക്കുക. 3ഉം 4ഉം ശരി എന്നെടുക്കുക. 3ഉം 4ഉം ശരിയാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് BSIയുമായി ബന്ധപ്പെട്ട്. BSI നമുക്കറിയാം സെക്ഷൻ 22ഉം 23 മാത്രം നിങ്ങൾ വായിക്കുക. അതുപോലെ BNSSലെ 183 കൂടെ വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഞാൻ പറയുന്ന സെക്ഷൻ കൂടെ നോക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം പോയിട്ട് പഠിച്ചിട്ടൊന്നൊരു കാര്യമില്ല, കണ്ടന്റ് കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളത്? താഴെ പറയുന്നവരിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളത്? ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിലുണ്ടോ എന്നറിയാൻ, എല്ലാ കേസുകളിലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതിന് അവകാശമുണ്ട്, സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്, പരാതി നൽകിയതിൻ്റെ കൈപ്പറ്റ രസീത് കിട്ടാൻ അവകാശമുണ്ട്. ഇത് നമ്മുടെ സെക്ഷൻ ഏതാണ്? 8ാമത്തെ സെക്ഷനാണ്, KP ആക്ടിലെ 8ാമത്തെ സെക്ഷൻ. അവിടെ അറിയാം, ഒരു പ്രത്യേക വ്യക്തി കസ്റ്റഡിയിലുണ്ടോ എന്നറിയാൻ അവകാശമുണ്ട്, എല്ലാ കേസുകളിലും സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ അവകാശമില്ല, സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി കൊടുക്കാൻ അവകാശമുണ്ട്. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പരാതി നൽകിയതിൻ്റെ കൈപ്പറ്റ രസീത് കിട്ടാൻ അവകാശമുണ്ട്. അപ്പോൾ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ്, അല്ലേ? ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ്. ഏതാണ്? എല്ലാ കേസിലും സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ അവകാശമില്ല. അപ്പോൾ 1ഉം 3ഉം 4ഉം ശരി എന്നുള്ള ഓപ്ഷനുണ്ട്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1ഉം 3ഉം 4ഉം ശരിയെന്ന് അറിയുക. 1ഉം 3ഉം 4ഉം ശരി. കേരള പോലീസ് ആക്ട് സെക്ഷൻ 8 നിങ്ങൾ അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റം ആവർത്തിച്ചാൽ എന്താണ്? സെക്ഷൻ 31 പ്രകാരം, 31A പ്രകാരം. 31A എന്ന് വെച്ചാൽ സെക്ഷൻ 31A പ്രകാരം NDPS നിയമത്തിൽ ഉള്ള ശിക്ഷ ഏതാണ്? അപ്പോൾ വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്ന, അതിനർത്ഥം 19, 24, 27A ആണ്. ഈ 3 സെക്ഷനുമാണല്ലോ 31Aക്കകത്ത് വരുന്നത്. NDPSലെ 31A വായിച്ചു നോക്കണം. 31A ഇതിനകത്ത് നമുക്കറിയാം പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ വധശിക്ഷയാണ്. 31A ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ, ആവർത്തിച്ചുള്ള പരമാവധി ശിക്ഷ വധശിക്ഷയാണ്. അത് ഓർമ്മിച്ച് വയ്ക്കുക, വധശിക്ഷ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസിൻ്റെ കർത്തവ്യ നിർവഹണത്തിന് സഹായകമാകുന്നതിനായി കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ഏത് നിയമമാണ് പറയുന്നത്? കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയുമായി ബന്ധപ്പെട്ട് ഏത് സെക്ഷൻ എന്ന് വെച്ചാൽ, ഏത് നിയമം എന്ന് വെച്ചാൽ ഏതാണ്? സെക്ഷൻ 64 പോലീസ് ആക്റ്റാണ്. കമ്മ്യൂണിറ്റി പോലീസിങ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. കേരള പോലീസ് ആക്റ്റിലെ കമ്മ്യൂണിറ്റി പോലീസിങ് എന്നൊരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മ്യൂണിറ്റി പോലീസിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കളവ് ചെയ്യണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണമുണ്ടാകുന്ന കുറ്റം ഏതാണ്? അപ്പോൾ കളവ് ചെയ്യണമെന്നതിനിടയിൽ ഒരാൾക്ക് സ്വന്തമായി മനഃപൂർവ്വം മരണമുണ്ടാകണമെന്ന് കുറ്റം ചെയ്താൽ അതെന്തായി മാറി? കവർച്ച, മോഷണം എന്തായി മാറി? എപ്പോൾ കവർച്ചയായി മാറും? വേറൊരാൾക്ക് ഉപദ്രവമോ വേറൊരാളുടെ മരണം സംഭവിപ്പിക്കുകയോ മനഃപൂർവ്വമായി ക്രൂരമായി ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അത് കവർച്ചയാണ്. ആൻസർ കവർച്ചയുടെ സെക്ഷൻ അറിയാമല്ലോ നമുക്ക്, 309 കൂട്ടായ്മ കവർച്ച നമുക്കറിയാം, 310 കവർച്ച റോബറി എന്നും കൂട്ടായ്മ കവർച്ച ഡെക്കോയിറ്റ് എന്നും അറിയപ്പെടും. പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി നമുക്കറിയാം. കേരള പോലീസ് ആക്ടിലെ 98ാമത്തെ സെക്ഷൻ കേരള പോലീസ് ആക്ട് 98ാമത്തെ സെക്ഷൻ നമുക്കറിയാം എന്താണ്? സ്പെഷ്യൽ പോലീസ് ഓഫീസർ. സ്പെഷ്യൽ പോലീസ് ഓഫീസറായി നമുക്കറിയാം ക്രമസമാധാനത്തിന് വളരെയധികം ആളുകളെ വളരെ പെട്ടെന്ന് ആവശ്യമുള്ളപ്പോൾ ജില്ലാ പോലീസ് മേധാവിയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കുന്നത്. അതിൽ ഏത് സെക്ഷൻ? 98ാമത്തെ സെക്ഷനിൽ നമുക്കറിയാം 18നും 60നും ഇടയിൽ പ്രായമുള്ള ആരോഗ്യവാനും സന്നദ്ധനും സൽസ്വഭാവിയുമായ വ്യക്തിയെ NSS, NCC തുടങ്ങിയവയിൽ നിന്നൊക്കെയാണ് എടുക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് 98 പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാകുന്നത് ഏത് നിയമമാണ്? ATM, അത് മറ്റ് വ്യക്തികളുടെ ATM അറിയില്ല, 66 IT ആക്ട് നമുക്കറിയാം അതല്ലേ? കാർഡ് ഉപയോഗിച്ച് 66C ആണ് യഥാർത്ഥത്തിൽ. ഇവിടെ 66 മാത്രമല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 66 ആണ് ആൻസർ. 66C ആണ് കറക്റ്റ്. 3 വർഷവും 1 ലക്ഷം രൂപയും. അടുത്തത്, മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവും കള്ളക്കടത്തും ശിക്ഷാർഹമാകുന്നതിന് കൊണ്ടുവന്ന പ്രത്യേക നിയമമേത്?
അതിനാണല്ലോ NDPS നിയമം. NDPS ഫുൾ ഫോം അറിയണമെങ്കിൽ കറക്റ്റ് എഴുതൂ. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നാണ് ഓർമ്മിക്കേണ്ടത്. അതാണ്. താഴെ പറയുന്നതിൽ വിവര സാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമേത്? അപ്പോൾ താഴെ പറയുന്നവയിൽ ജീവപര്യന്തം വരെ അല്ലേ, അവിടെ നോക്കാം ഏത് ശിക്ഷയായിരിക്കും ജീവപര്യന്തം വരെ കിട്ടാവുന്ന IT ആക്റ്റിലുള്ളത്. സിമ്പിളായിട്ട് പറയാം, 66F ആണ്. സൈബർ ടെററിസം അല്ലെ, സൈബർ ടെററിസം ജീവപര്യന്തം വരെയല്ലേ, 66F എന്നറിയാം. അടുത്ത് വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വിവരാവകാശ നിയമപ്രകാരം നമുക്കതിലെ ഓപ്ഷൻ നമുക്ക് നോക്കാം. അതൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം. പാർലമെൻറ്റിൻ്റെ വിശേഷ അവകാശത്തിന് ലംഘനമായേക്കാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. കറക്റ്റാണ്. കാരണം പാർലമെൻറ്റിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് സമയപരിധി നിഷ്കർഷിച്ചിട്ടുണ്ട്. ശരിയാണ്. വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്നില്ല എന്നാണ്. 2 Clause F നിങ്ങൾ വായിച്ചു നോക്കുക. വിവരം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഇലക്ട്രോണിക്സ് രൂപത്തിലുള്ളത് ഉണ്ട്. അപ്പോൾ 1 ശരി, 2 ശരി, 3 തെറ്റ്. വിവരം ലഭിക്കുന്നതിൽ പൊതു താല്പര്യത്തിന് പ്രാധാന്യമുണ്ട്. ശരി, 4 ശരി. അപ്പോൾ 1 ശരി, 2 ശരി, 4 ശരി, 1ഉം 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1ഉം 2ഉം 4ഉം ശരിയാണ് എന്നറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതും ആയത് ആ വ്യക്തി രഹസ്യമായി കരുതുന്നതും ആണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടികൾ. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ യാതൊരു സംശയവുമില്ല വകുപ്പ് 11 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 11 മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യം ഓർമ്മിക്കുക. വകുപ്പ് 11 അറിയുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായി ഉണ്ടാക്കിയ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം വളരെ എളുപ്പമാണ്. 2012. പോക്സോ നിയമം 2012 അറിയുക. 2012 പോക്സോ നിയമം 2012. അടുത്തതിലേക്ക് പോകാം. പുരുഷത്വം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരാളെ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമമല്ല, BNS ആയാൽ പോലും കഠിന ദേഹോപദ്രവം നമുക്കറിയാം. കഠിന ദേഹോപദ്രവം BNS 116. വിവാഹിതയായ സ്ത്രീകൾ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരണപ്പെടുമ്പോൾ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത് വിവാഹശേഷം എത്ര വർഷങ്ങൾക്കുള്ളിൽ സ്ത്രീ മരിച്ചാൽ അറിയാം? 7 വർഷം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായി കണക്കാക്കാം? വശീകരിച്ചാൽ അവിടെ സ്പർശനമൊന്നുമില്ല. വശീകരിക്കുകയാണെങ്കിൽ ലൈംഗിക പീഡനമായി കണക്കാക്കും. 11ാമത്തെ സെക്ഷൻ. അതിൽ ശിക്ഷ 12ാമത്തെയാണ്. 3 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണ്. വശീകരിച്ചാൽ, പിന്തുടർന്നാൽ, ഭീഷണിപ്പെടുത്തിയാൽ തുടങ്ങിയവയൊക്കെ അതിനകത്ത് വരും. ഇസഡ് കടന്നു പോകാൻ അവകാശമുള്ള ഒരു പാതയെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് നീ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ BNS IPC കിടക്കുന്നത് നിങ്ങൾ നോക്കണ്ട. കാരണം എന്താണ്? അതുതന്നെയാണ് BNS. സെക്ഷൻ ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്, ഈ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. BNS പ്രകാരം എന്ത് കുറ്റമാണ് നടന്നിരിക്കുന്നത്? ഇസഡിനെ നിയന്ത്രണപ്പെടുത്തുകയാണോ പരിമിതപ്പെടുത്തുകയാണോ? ബാക്കിയൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാരണം വേറെ ഓപ്ഷൻസ് ഉണ്ട്, അത് നോക്കേണ്ട കാര്യമില്ല. അവിടെ ഇതൊന്നും നോക്കണ്ട നിങ്ങൾ. ഇതിലേതാണ് ആൻസർ വരുന്നത്? ആൻസർ ഏതാണ്? നിയന്ത്രണപ്പെടുത്തുക എന്നാണ്. തടസ്സപ്പെടുത്തിയാൽ നിയന്ത്രണപ്പെടുത്തുക, പൂട്ടിയിട്ടാൽ പരിമിതപ്പെടുത്തുക. ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും വരും പരീക്ഷയ്ക്ക്. തടസ്സപ്പെടുത്തിയാൽ നിയന്ത്രണപ്പെടുത്തുക, തടങ്ങി വെച്ചാൽ പരിമിതപ്പെടുത്തുക. നിങ്ങൾ ക്ലാസ്സിൻ്റെ പോസിറ്റീവ് നോക്കുക, നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ചിരിക്കാൻ വേണ്ടി നിൽക്കരുത്. ചില ആൾക്കാരുണ്ട്, അവർ വന്ന് ചുമ്മാ കുറ്റം പറയാൻ വേണ്ടി വന്നിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ ദയവേത് കാണാതിരിക്കുക. ആവശ്യമുള്ളവർ എന്ത് ചെയ്തോളുക? കണ്ടോളുക. അവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ്. ആവശ്യമില്ലാത്തവർക്ക് എന്തല്ല ഈ ക്ലാസ് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യും? നല്ലവണ്ണം ശ്രദ്ധിക്കാൻ. നിങ്ങൾക്ക് എന്തായാലും മാർക്ക് ലഭിക്കും. ഓക്കെ, പഠിക്കുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്ക് ലഭിക്കും, ജോലിയും കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ മനഃപൂർവ്വം തെരുവിൽ ഇസഡിനെ തള്ളുന്നു. ഇവിടെ എ തൻ്റെ സ്വന്തം ശാരീരിക ശക്തിയാൽ സ്വന്തം വ്യക്തി ഇസഡുമായി സമ്പർക്കം പുലർത്തുന്നതിലേക്ക് നീക്കി. അതിനാൽ അവൻ മനഃപൂർവ്വം ഇസഡിലേക്ക് ബലം പ്രയോഗിച്ചു. ഇസഡിൻ്റെ സമ്മതമില്ലാതെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അയാൾ ഇസഡിനെ മുറിവേൽപ്പിക്കുകയും ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാമെന്ന ഉദ്ദേശത്തോടെ അറിഞ്ഞോ ആണെങ്കിൽ IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം അവൻ ഇസഡിനെ എന്ത് ചെയ്തു? ആക്രമണം, മുറിവേൽപ്പിക്കൽ, മുകളിൽ പറഞ്ഞ ഒന്നുമല്ല. എന്താണ് അവിടെ? ക്രിമിനൽ ശക്തിയാണോ എന്നാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇത് സിലബസിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇവിടെ നമുക്ക് ക്രിമിനൽ ശക്തി എന്നോർക്കാം. ബലം അല്ലെ, തള്ളുന്നു എന്നല്ലേ? തള്ളുന്നു. സമ്മതലാമൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അയാൾ ഇസഡിനെ മുറിവേൽപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാം. ആൻസർ ക്രിമിനൽ ശക്തിയാണ്. ഓർമ്മിക്കണം കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനുണ്ട്. ക്രിമിനൽ ബലം എത്രയാണ്? 129 എന്നാണ്. BNSലെ
129 എന്ന സെക്ഷനാണെന്ന് ഓർമ്മിക്കുക. BNS 129. 130 ആണെങ്കിൽ കയ്യേറ്റമാണ്. കയ്യേറ്റം എന്ന് പറഞ്ഞാൽ തയ്യാറെടുപ്പെന്നാണ്. ചെയ്തു കഴിഞ്ഞാൽ അത് ബലപ്രയോഗം. നമുക്കറിയാലോ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ നമ്മളാൽ നീക്കപ്പെടുന്നതാണ് ബലം എന്ന് പറയുന്നത്. ഏതെങ്കിലും പുരുഷൻ ഒരു സ്ത്രീയെ പിന്തുടരുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുകയോ അത്തരം സ്ത്രീകളുടെ താല്പര്യമില്ലായ്മയുടെ വ്യക്തമായ സൂചന ഉണ്ടായിട്ടും ആവർത്തിച്ച് വ്യക്തിപരമായ ഇടപെടലുകൾ, അതായത് ഒരു സ്ത്രീ തൻ്റെ അനിഷ്ടം അറിയിച്ചിട്ടും അയാളെ പിന്തുടരുക, ഇമെയിലിലൂടെ മെസ്സേജ് അയക്കുക, പുറകെ നടക്കുക, ഇതൊക്കെ ചെയ്താൽ നമുക്കറിയാം BNS പ്രകാരം, ഇത് IPC എഴുതിക്കണം നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നമ്മൾ BNS ആക്കിയാൽ മതി. മറ്റ് സെക്ഷൻ അല്ലല്ലോ, നമ്മൾ സെക്ഷൻ ചോദിച്ചാൽ മാത്രം നമ്മൾ മാറ്റി പഠിച്ചാൽ മതി. കാര്യം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇവിടെ പിന്തുടരലാണോ അതുപോലെ ശല്യപ്പെടുത്തലാണോ ORSM ആണോ സ്ത്രീക്ക് നേരെയുള്ള ആണോ? അപ്പോൾ അങ്ങനെ പിന്തുടരൽ എന്നാണ് ആൻസർ. എന്ന് പറഞ്ഞാൽ പിന്തുടരുന്നെങ്കിൽ നമുക്കറിയാം സ്റ്റോക്കിംഗ് നമുക്കിപ്പോൾ അല്ലേ BNSൽ പഠിക്കാനല്ലേ, സ്റ്റോക്കിംഗ് എന്നാണ് കേട്ടോ. സ്ത്രീയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുക എന്നവിടെ ഓർമ്മിക്കുക, സ്റ്റോക്കിംഗ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. CRPC അവിടെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്കതിനെ BNSS ആക്കിയാൽ മതി. ഞാനത് മാറ്റാത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. BNSS പ്രകാരം ഡാഷ് എന്നാൽ മരണം, ജീവപര്യന്തം, 2 വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷ. വേറെ ഒന്നുമല്ല, ഏത് കേസാണ്? 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ ആൻസർ വാറണ്ട് കേസാണ്. വാറണ്ട് കേസ്. അപ്പോൾ വാറണ്ട് കേസ് നോക്കിക്കോളൂ, BNSSലെ 2 Clause Z ആണ് വാറണ്ട് കേസ്. ഇതിൽ താഴെയുള്ളതെല്ലാം സമൻസ് കേസ്, അത് 2 Clause X ആണെന്ന് അറിയുക. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമുക്കറിയാം. CRPC അല്ലെങ്കിൽ BNSS പ്രകാരം എത്ര മണിക്കൂർ കൂടുതൽ തടങ്കലിൽ വെക്കരുത്? 24 മണിക്കൂർ. പോലീസിൻ്റെ സംരക്ഷണത്തിലോ കസ്റ്റഡിയിലുള്ള ആരോടും മോശമായി പെരുമാറാൻ പാടില്ല എന്ന് പറയുന്ന KP ആക്ടിലെ സെക്ഷൻ ഏതാ? 29. ഇത് ഒരുപാട് വർഷം പറഞ്ഞതാണ്, വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ KP ആക്ടിലെ 29 ആണ് പോലീസിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഒന്ന് ഓർമ്മിക്കണം, പെരുമാറ്റം, പോലീസിൻ്റെ പെരുമാറ്റം. അടുത്തത് രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് നമുക്കറിയാമല്ലോ, അഗ്നിബാധ, ദുരന്തം തുടങ്ങിയവയൊക്കെ ഉണ്ടായാൽ പോലീസിന് അല്ലെങ്കിൽ ഫയർഫോഴ്സ്, മജിസ്ട്രേറ്റ് തുടങ്ങിയവരൊക്കെ ഇടപെടാം എന്നൊക്കെ പറയുന്ന സെക്ഷൻ ഏതാണ്? 69 ആണ്. അഗ്നിബാധ, ദുരന്തം തുടങ്ങിയവയായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 69 ആണ്, മറക്കരുത്. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം അല്ലെങ്കിൽ ആചാരം, മാന്യത, സ്വകാര്യത എന്നിവ കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഏത് സ്വകാര്യ സ്ഥലത്തും പ്രവേശനം ഉണ്ടായിരിക്കും. ഓക്കെ, ശരി. ഈ അധികാരം വിനിയോഗിക്കുന്നതിന് മുമ്പ് കെട്ടിടത്തിൻ്റെയും പരിസരത്തിൻ്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേടാൻ ശ്രമിക്കണം. ശരി. അപ്പോൾ 1 ശരി, 2 ശരി. ഓക്കെ, 1ഉം 2ഉം ശരിയാണ്. സെക്ഷൻ 37. NDPS സെക്ഷൻ 27 പ്രകാരം കൊക്കൈൻ കഴിച്ചാലുള്ള ശിക്ഷ. നമുക്കറിയാം, കൊക്കൈൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ, കൊക്കൈൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ എന്നിവ കഴിച്ചാലുള്ള ശിക്ഷ ചോദിച്ചാൽ എത്രയാണ്? 1 വർഷവും 20,000 രൂപയാണ്. 1 വർഷം വരെ കഠിന തടവും 20,000 രൂപ വരെ പിഴയുമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. NDPS ആക്ട് 37 പ്രകാരം, 37 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന എന്താണ് 19, 24, 27 കുറിച്ചാണ്. അതായത് നോൺ അല്ലേ, തിരിച്ചറിയാനാകുന്ന കുറ്റം എന്നാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് തിരിച്ചറിയാനാകുന്ന കുറ്റം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഏത് പറയുക? 37 ചോദിച്ചാൽ എഴുതിക്കൊള്ളുക. തിരിച്ചറിയാനാകുന്ന കുറ്റം, കൊഗ്നൈസബിൾ കുറ്റത്തിനെ പറയുന്നതാണ് തിരിച്ചറിയാനാകുന്ന കുറ്റം എന്ന് പറയുന്നു. ക്ലിയർ ആക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോയിലെ സെക്ഷൻ 3 എന്താണ് പറയുന്നത്? പോക്സോയിലെ സെക്ഷൻ 3, പോക്സോയിലെ 3 ലൈംഗിക പീഡനമാണോ, ലൈംഗിക അതിക്രമമാണോ, ചൈൽഡ് പോണോഗ്രഫിയാണോ, നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണമാണോ, നിർവചനമാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവിടെ നോക്കുക, പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 കൈകാര്യം ചെയ്യുന്നത് പ്രവേശിത ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിൻ്റെ നിർവചനം. നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിൻ്റെ നിർവചനം എന്നാണ് ഓർമ്മിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്നറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവ് കിട്ടും. അപ്പോൾ കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരം ഏതെങ്കിലും ഒരു കുട്ടിയല്ലാത്തവർ കുട്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്താൽ 22 പോക്സോയിലെ 22 2 അതിൽ എന്താണ് ശിക്ഷ കിട്ടുന്നത്? കുട്ടിയല്ലാത്തവർ കുട്ടിക്കെതിരെ കൊടുത്താൽ 22 3 2 3 22 2 കുട്ടി വ്യാജ പരാതി കൊടുക്കുന്നു, 22 3 എങ്കിൽ അയാൾക്ക് 1 വർഷം വരെ ആകാവുന്ന തടവും പിഴയും കിട്ടും. ഓപ്ഷൻ ബി ആണ് 1 വർഷം.
ഇനി IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെക്കുറിച്ച് പറയുന്നു? IT ആക്ടിലെ 66C എന്തിനെക്കുറിച്ചെന്ന് വെച്ചാൽ സൈബർ ഭീകരത, അത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കുള്ള പ്രവേശനം, അല്ലേ, അനധികൃത പ്രവേശനം, ഐഡൻറ്റിറ്റി മോഷണം. അത് സിമ്പിളായിട്ട് പറയാം, ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. IT ആക്ട് 66C ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അടുത്തത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2 F പ്രകാരം വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനം ഏതാണ്? അപ്പോൾ വിവരങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഭൗതിക രേഖകളും ഡോക്യുമെൻറ്റുകളും, ഇലക്ട്രോണിക് രേഖകളും ഡേറ്റയും, ഫിസിക്കൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെൻറ്റുകൾ എന്നിവയും അതിലേറെയും. മുകളിൽ പറഞ്ഞ ഒന്നുമല്ല. അപ്പോൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എല്ലാം വരാം എന്നാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതല്ല, മാത്രമെന്ന് ചോദിച്ചാൽ അതല്ല, എല്ലാം വരുന്നു. ഫിസിക്കലി ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെൻറ്റുകൾ എന്നിവയും അതിലേറെയും, ഇവയെല്ലാം കൂടെ ഉൾപ്പെട്ടാൽ വിവരമാണ്. മനസ്സിലായോ? അപ്പോൾ ആൻസർ ഓപ്ഷൻ C ആണ് ആൻസർ എന്നറിയുക. ഓപ്ഷൻ C ആണ് ആൻസർ. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11ൻ്റെ ഉദ്ദേശം എന്താണ്? സെക്ഷൻ 11 മൂന്നാം കക്ഷി വിവരമാണല്ലോ. അപ്പോൾ സെക്ഷൻ 11 എന്തൊക്കെ പറയുന്നു? വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് ഇളവുകൾ കൈകാര്യം ചെയ്യുന്നു, വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്നുള്ള കാര്യം പറയുന്നു, ഇത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നു, മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നുള്ള നടപടികളാണ്. അപ്പോൾ ആൻസർ ഏതാണ്? മൂന്നാം കക്ഷിയല്ലേ ആൻസർ? മൂന്നാം കക്ഷിയല്ലേ ആൻസർ? ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട് അറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? അപ്പോൾ വിവരാവകാശ അപേക്ഷയിൽ ഏതൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചത് കേട്ടോ. നമുക്കറിയാം, ഒന്ന് താഴെ വ്യാപാര രഹസ്യം പറഞ്ഞു കൊടുക്കാമോ? കൊടുത്തുകൂടാ. വ്യക്തികൾ തമ്മിലുള്ള വിശ്വസ്ത ബന്ധം മൂലം ലഭ്യമായ വിവരങ്ങൾ പറയില്ല. വിദേശ സർക്കാരിന് രഹസ്യവിവരം പറയില്ല. മന്ത്രിസഭാ തീരുമാനങ്ങൾ പറയാം. മന്ത്രിസഭ രേഖകൾ പറയാൻ പറ്റില്ല, തീരുമാനങ്ങൾ പറയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ D ആണ്. നൽകാവുന്ന വിവരം മന്ത്രിസഭാ തീരുമാനങ്ങൾ. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷ നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ വീണ്ടും വന്നു. ആൻസർ എത്രയാണ്? 1 വർഷത്തെ കഠിന തടവും 20,000 രൂപ പിഴ. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വിതരണം ചെയ്യുന്ന IT ആക്ടിൽ ഏത് വകുപ്പാണ്? അത് 67B ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചൈൽഡ് പോണോഗ്രഫി. അടുത്തത്, കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി ഏതൊക്കെയാണ്? എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം, അവർ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചുകൊണ്ട്, പരാതിക്കാർക്ക് അഭിഭാഷകൻ്റെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട്, എല്ലാ പ്രദേശത്തും കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപീകരിച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ, എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സാന്നിധ്യമാണ് പ്രധാനം. ബാക്കിയൊന്നും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ഇതൊക്കെ കൊണ്ടൊരു കാര്യവുമില്ല. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി സ്ത്രീകളുമായിട്ട് ബന്ധമില്ല, അഭിഭാഷകൻ്റെ സേവനം ബന്ധമില്ല, ജനമൈത്രി പോലീസ് ബന്ധമില്ല. സ്ത്രീകൾക്ക് മാത്രമുള്ളത് ഓപ്ഷൻ A ആണ്. അപ്പോൾ ഒന്നാമത്തെ നടപടി മാത്രമാണ് ശരി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അപ്പോൾ മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റാണ് തന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് ഇനി വീണ്ടും ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമ്മൾ വീണ്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ CPO നന്നായിട്ട് എല്ലാവരും എഴുതുക. അപ്പോൾ കണ്ടൻറ്റ് കൂടെ ബുക്കിൽ പോയി കൂടെ നോക്കിക്കൊള്ളണം. ഓക്കെ, താങ്ക് യു.